നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരിക്കുന്നവർ പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇനിയിപ്പോൾ വന്നത് എന്നാണ് അന്ന് മുരളീധരൻ. അതെ അതെ ഉമ്മൻചാണ്ടിയും കർണാടക മുഖ്യമന്ത്രിയായിട്ടാകുമ്പോൾ ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല. എറണംകെട്ടവർ നാട് ഭരിക്കുമ്പോൾ ഈ രോഗം വന്നു. അതെ അതെ നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പോൾ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാനേതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും. അന്ന് നമ്മൾ നിപ്പ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടപെട്ട രീതി ലോകം മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിലർ പരിഹസിച്ചെങ്കിലും അമേരിക്കയിലെ ബാൾട്ടിമോർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഖ്യമന്ത്രിയോടൊപ്പം എന്നെയും വിളിച്ചിരുന്നു. അവിടെ നിന്നൊരു ഫലകം ഞങ്ങൾക്ക് തന്നപ്പോൾ ഈ കുപ്പി കഷ്ണം വാങ്ങാനാണോ അവിടെ പോയെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. പക്ഷേ അവിടെ റോബർട്ട് ഗാലോ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇരുന്നു കൊണ്ടാണ് ചർച്ച നടത്തിയത്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അവരോട് സംസാരിച്ചു. മുഖ്യമന്ത്രി എന്നോടാണ് ആവശ്യപ്പെട്ടത്, ആരോഗ്യമന്ത്രി അത് വിശദീകരിക്കാം. അങ്ങനെ ഞാൻ വിശദീകരിച്ചപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ അഭിനന്ദിച്ചു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് അവർ ചോദിച്ചത്, ടു കണ്ടെയ്ൻ ദി സച്ച് കൈൻഡ് ഓഫ് എ വൈറസ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, അതും ഇത്രയും തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളത് അവർ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്, ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, ജനങ്ങളുടെ സഹകരണമാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അതുതന്നെയാണ് ശരിയും. അപ്പോൾ അതാണ് നമ്മൾ പരാജയപ്പെടരുത്, ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്.